ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു സ്പെഷ്യൽ പായസം തയ്യാറാക്കിയാലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇടിച്ചക്ക പായസം റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അത് മാത്രം പോരാ, ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് നമ്മുടെ ചാനലിൽ കുറച്ച് ചക്ക റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇടിച്ചക്ക പായസം തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഇടിച്ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉതിർത്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം. ഇതേപോലെ ഇവിടെ ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. മുഴുവനല്ല, കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പകുതിയിലധികം ഇടിച്ചക്കയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കി ഒഴിക്കാം. അപ്പോൾ ഇവിടെ ഇടിച്ചക്ക പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ഒക്കെ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരച്ചെടുത്ത പേസ്റ്റ് അല്ല, അരച്ചെടുക്കാത്ത കഷ്ണങ്ങളാണ് ആദ്യം ചേർക്കുന്നത്. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെല്ലം ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 4 കഷ്ണം വെല്ലമാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഡാർക്ക് കളർ വെല്ലം ഒന്നല്ല, കുറച്ച് ലൈറ്റ് കളറാണ്. അതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇടിച്ചക്ക വെല്ലത്തിൽ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇടിച്ചക്ക നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 3 കപ്പ് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇടിച്ചക്കയുമായിട്ട് തേങ്ങാപ്പാൽ നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് കൈ എടുക്കാതെ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്തേക്കൊക്കെ തെറിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ 1ാം പാൽ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1ാം പാൽ ചേർത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 1ാം പാൽ ചേർത്തിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ 3 ഏലക്കായ ചതച്ചതും എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പായസം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ പായസത്തിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പായസത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊക്കെ ചേർത്തതിന് ശേഷം. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഒക്കെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ വേറെയും പായസം റെസിപ്പീസൊക്കെ ഉണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ പായസം ചൂടോടെയും കഴിക്കാം, തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്